നമസ്കാരം, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൽ ധ്വജാരോഹണം നിർവഹിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാരതീയ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും പ്രതീകമാണ് രാമക്ഷേത്രമെന്ന് മോദി. ചടങ്ങിൽ RSS സർസംഘചാലക് മോഹൻ ഭാഗവത് ഉൾപ്പെടെ പ്രമുഖർ. ധ്വജത്തിൽ ഉയർത്തിയ കാവ്യ പതാകയിൽ സൂര്യനും ഓം ലിപിയും കവിതാരവൃക്ഷത്തിൻ്റെ ചിത്രവും. നടിയെ ആക്രമിച്ച കേസിൽ വിധി ഡിസംബർ 8-ന്. വിധി 8-ാം പ്രതി ദിലീപിന് നിർണായകം. കേസ് പരിഗണിക്കുന്നത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. വിധി വരുന്നത് കുറ്റകൃത്യം നടന്ന് 8 വർഷങ്ങൾക്ക് ശേഷം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ N വാസുവിൻ്റെയും KS ബൈജുവിൻ്റെയും ജാമ്യാപേക്ഷകൾ ഇന്ന് കോടതിയിൽ. A പത്മകുമാറിൻ്റെ SIT കസ്റ്റഡി അപേക്ഷ നാളെ പരിഗണിക്കും. വാസുവിനെ വിലങ്ങണിച്ച് കോടതിയിൽ കൊണ്ടുവന്ന പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായേക്കും. വിവാദങ്ങൾക്കിടയിൽ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം പുരോഗമിക്കുന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കുന്നു. എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടന പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ നിന്നുള്ള 7 സർവീസുകൾ റദ്ദാക്കി. ഉംറ തീർത്ഥാടകരെ വലച്ച് ജിദ്ദയിലേക്കുള്ള സർവീസും തടസ്സപ്പെട്ടു. ഉത്തരേന്ത്യൻ നഗരങ്ങൾക്ക് മുകളിലും പുകപടലം. വിമാനങ്ങൾക്ക് യന്ത്ര തകരാറുണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് DGCA. പോലീസിനു നേരെ ബോംബെറിഞ്ഞ കേസിൽ പയ്യന്നൂർ നഗരസഭാ CPM സ്ഥാനാർത്ഥി VK നിഷാദിന് 20 വർഷം തടവും 2.5 ലക്ഷം രൂപ പിഴയും. നിലവിൽ VK നിഷാദിന് ജനപ്രതിനിധിയാകുന്നതിൽ വിധി തടസ്സം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ മുന്നണികൾ. പാർട്ടികൾക്ക് തലവേദനയായി വിമതശല്യം. തൃശൂർ DCC പ്രസിഡന്റിനെതിരെ പോസ്റ്റർ. 20 ലക്ഷത്തിന് ഒല്ലൂർ സെൻട്രൽ ഡിവിഷൻ സീറ്റ് വിറ്റു എന്ന് ആരോപണം. ഗുവാഹത്തി ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്ക കൂറ്റൻ ലീഡിലേക്ക്. 2-ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് തുടരുന്ന ദക്ഷിണാഫ്രിക്കയ്ക്ക് 4 വിക്കറ്റ് നഷ്ടം. നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് വിരാമം. അയോധ്യയിലെ രാമക്ഷേത്രം അതിൻ്റെ പൂർണ്ണതയിലെത്തി. രാമക്ഷേത്രത്തിലെ ധ്വജാരോഹണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, RSS സർസംഘചാലക് മോഹൻ ഭാഗവത് തുടങ്ങിയവർ ഉൾപ്പെടെയുള്ള പ്രമുഖരും സന്യാസി ശ്രേഷ്ഠന്മാരും ചടങ്ങിൽ പങ്കെടുത്തു. 30 അടി നീളമുള്ള ധ്വജത്തിൽ ഉയർത്തിയ കാവി നിറത്തിലുള്ള പതാകയിൽ സൂര്യനെയും ഓം ലിപിയും കവിതാരവൃക്ഷത്തിൻ്റെ ചിത്രവും ആലേഖനം ചെയ്തിട്ടുണ്ട്. രാവിലെ റോഡ് ഷോയ്ക്ക് ശേഷമാണ് പ്രധാനമന്ത്രി രാമക്ഷേത്രത്തിലേക്ക് എത്തിയത്. തുടർന്ന് ക്ഷേത്രത്തിൽ RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതിനൊപ്പം ആരതിയിൽ പങ്കെടുത്തു. തുടർന്ന് പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ നിന്ന് മോദി പതാക ഉയർത്തി. കൂടുതൽ വിശദാംശങ്ങളുമായി KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ചടങ്ങുകൾ എങ്ങനെയായിരുന്നു? നിരവധി സന്യാസി ശ്രേഷ്ഠന്മാരും പ്രമുഖരും ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ആദ്യഘട്ടത്തിലെ ഉദ്ഘാടന ചടങ്ങുകളിൽ പ്രമുഖരെ മാത്രം വിളിച്ചിരുന്നു, പ്രദേശവാസികളില്ലായിരുന്നു. ഇത്തവണ പ്രദേശവാസികളെയും ഉൾപ്പെടുത്തിയിരുന്നു എന്നതാണ് പ്രത്യേകത. അത് രാഷ്ട്രീയപരമായി BJPക്ക് മുമ്പ് തിരിച്ചടി നേരിട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തവണ പ്രദേശവാസികളെയും കൂടി ഉൾപ്പെടുത്തിയത് എന്ന ഒരു ആക്ഷേപവും ആരോപണവും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് വളരെ പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങ് നടന്നിരിക്കുന്നത്. വിശദാംശങ്ങൾ. രാജേഷ്, വികസിത ഭാരതത്തിലേക്കുള്ള ചുവടുവയ്പ്പിന്റെ ആദ്യ പടി എന്നുള്ളതാണ് പ്രധാനമന്ത്രി രാമക്ഷേത്രത്തിലെ ധ്വജാരോഹണം നടത്തിക്കൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുറമെ RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത്,
ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയവരും അതോടൊപ്പം തന്നെ മറ്റു പ്രമുഖരും ഉണ്ടായിരുന്നു. UP ഗവർണർ ആനന്ദിബെൻ പട്ടേൽ ഉൾപ്പെടെയുള്ള പ്രമുഖരാണ് ചടങ്ങിൽ പ്രധാനമായി പങ്കെടുത്തത്. ഒപ്പം തന്നെ ക്ഷണിക്കപ്പെട്ട പ്രത്യേക അതിഥികൾ ഉണ്ടായിരുന്നു. ക്ഷേത്ര നിർമ്മാണത്തിന്റെ ഭാഗമായ തൊഴിലാളികൾ, അതോടൊപ്പം തന്നെ മറ്റ് ശില്പികൾ, ഇവരൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ പ്രാദേശികമായി പ്രത്യേകം ക്ഷണിക്കപ്പെട്ട ആളുകളൊക്കെ തന്നെ ചടങ്ങിന്റെ ഭാഗമായി. ആദ്യം നേരത്തെ സൂചിപ്പിച്ച പ്രധാനമന്ത്രി റോഡ് ഷോയോടുകൂടി തന്നെയാണ് രാമ ജന്മഭൂമിയിലേക്ക് എത്തിയത്. അതിനുശേഷം അവിടെ സപ്തമണ്ഡപത്തിലും ഒപ്പം തന്നെ മാതാ അന്നപൂർണ മണ്ഡപത്തിലും മറ്റ് സരസ്വതി മണ്ഡപം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലേക്ക് ഉള്ളിലേക്ക് എത്തി അവിടെയെല്ലാം തന്നെ ആരാധനകൾ നടത്തി. അതിനുശേഷമാണ് അദ്ദേഹം പ്രത്യേകം സജ്ജീകരിച്ച പീഠത്തിന് സമീപം എത്തി പതാക ഉയർത്തിയത്. അതിനുശേഷം യോഗി ആദിത്യനാഥാണ് സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. അയോധ്യയിൽ രാമരാജ്യം കാണാൻ കഴിയുന്നു. പിന്നിൽ പ്രവർത്തിച്ച പുരോഹിതർക്കും സന്യാസിവര്യർക്കും ഭക്തർക്കുമെല്ലാം നന്ദി എന്നുള്ളതാണ്. പുതിയ യുഗത്തിലേക്കുള്ള യാത്ര രാജ്യം തുടങ്ങി എന്നുള്ളതാണ് യോഗി ആദിത്യനാഥ് വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ ആ വാക്കുകളിൽ ഇനി എന്താണ്, ഏത് തരത്തിലാണ് രാജ്യത്തിന്റെ ദിശ എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് യോഗി ആദിത്യനാഥ്. അതിനുശേഷം ഡോക്ടർ മോഹൻ ഭഗവത് സംസാരിച്ചു. രാമരാജ്യത്തിന്റെ ധ്വജം ഉയർന്നു കഴിഞ്ഞുവെന്ന് അദ്ദേഹവും വ്യക്തമാക്കുകയാണ്. പിന്നീടാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. ഒരുപാട് ആളുകൾ സന്യാസ ശ്രേഷ്ഠനും ഒപ്പം തന്നെ നിരവധിയായ മറ്റുള്ളവരുമൊക്കെ തന്നെ ഈ നിമിഷത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം തന്നെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ പതാക ഉയർന്നതോടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പായിരുന്നു. രാജ്യവും ലോകവുമെല്ലാം തന്നെ രാമമയമായ ദിവസമായി മാറുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. അവസാന വിജയം, എന്തൊക്കെ പ്രതിസന്ധികൾ നേരിട്ടാലും അവസാനം സത്യം ഉയർന്നു നിൽക്കും, അതിന്റെ ഉന്നതിയിലേക്ക് എത്തും എന്നുള്ളതാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. മാത്രമല്ല, ആരൊക്കെ വിചാരിച്ചാലും രാമഭക്തരുടെ വിശ്വാസത്തെ തകർക്കാനാവില്ല, അതിനെ തടയാനാകില്ല എന്നതിന്റെ തെളിവാണ് രാമക്ഷേത്രവും ഈ ഉയർന്നു നിൽക്കുന്ന ധ്വജവും എന്നുള്ളതാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. ഇനി രാജ്യം വികസനത്തിന്റെ കാഴ്ചപ്പാടിലേക്ക് പോവുകയാണ്. ആ കാഴ്ചപ്പാടിന് തുടക്കം കുറിക്കുന്നത് രാമജന്മഭൂമിയിൽ നിന്നാണ്. അതിന് എല്ലാവരുടെയും പിന്തുണ പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, മറ്റ് സാമ്രാജ്യവൽക്കരത്തിൽ നിന്ന് രാജ്യം മുക്തമായിരിക്കുന്നു. ആ മുക്തമായതിന്റെ തുടക്കം ഒരുപക്ഷെ ഇതിന്റെ തുടക്കത്തിന് നാന്ദി കുറിച്ചതൊക്കെ തന്നെ ഈ രാമക്ഷേത്രത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ്. അതിലേക്കുള്ള യാത്ര ഇവിടെ നിന്ന് തുടങ്ങുകയാണ് എന്നുള്ളതാണ് പ്രധാനമന്ത്രി. ഏതായാലും ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പതാകയാണ് ധ്വജത്തിൽ ഉയർത്തിയിട്ടുള്ളത്. രാമക്ഷേത്രത്തിന്റെ മുകളിലേക്ക് 30 അടി കൂടി ഉയർന്നുള്ള ധ്വജം രാജ്യത്തിന്റെ പ്രതീകമായി, സംസ്കാരത്തിന്റെ, ഭാരതീയ സംസ്കാരത്തിന്റെ പ്രതീകമായി ഉയർന്നു നിൽക്കുകയാണ്. രാജേഷ്. യെസ്, കെ പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ അന്തിമ വിധി ഡിസംബർ 8-ന്. അന്നേ ദിവസം എല്ലാ പ്രതികളും കോടതിയിൽ ഹാജരാകണം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയാണ് വിധി പറയുന്നത്. ഒന്നാം പ്രതി പൾസർ സുനി അടക്കമുള്ള 5 പ്രതികൾ ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നു. 2017 കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. AT അശ്വതി കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നു. അശ്വതി, 8-ന്, അതായത് അടുത്ത മാസം 8-ാം തീയതി എല്ലാ പ്രതികളും കോടതിയിൽ ഹാജരാകണം. അന്തിമവിധി അന്നായിരിക്കും പ്രഖ്യാപിക്കുക. 2017 നടന്ന സംഭവം 2025 ആകുമ്പോൾ വിധി പറയുന്നു. 7 വർഷങ്ങൾക്ക് ശേഷം വിധി പറയുമ്പോൾ എത്രത്തോളം പ്രത്യേകതയുണ്ട്? അതിൻ്റെ പ്രോസിക്യൂഷൻ വാദങ്ങൾ എങ്ങനെയായിരുന്നു? എന്തായിരുന്നു കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണം? രാജേഷ്, കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസ് എന്ന് പറയുന്നത് മലയാള ചലച്ചിത്ര മേഖലയ്ക്കും കേരള സമൂഹത്തിനാകെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. നിരവധി സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ, പലതരത്തിലുള്ള സ്റ്റെപ്പുകൾ ഒക്കെ എടുത്ത ഒരു കേസ്. അതിന് 2017 ഈ സംഭവം നടക്കുന്നു. 2018 ഇതിന്റെ ആദ്യഘട്ട വിചാരണ നടപടികൾ ആരംഭിക്കുന്നു. അതിനുശേഷം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് നാടകീയ സംഭവങ്ങൾ, പെറ്റീഷനുകൾ, ഏകദേശം ഒരു 100ഓളം പെറ്റീഷനുകൾ കീഴ്ക്കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിൽ അടക്കം പോയിരിക്കുന്ന ഒരു കേസ്. അത്രയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് കൂടിയാണ് ഇത്. ഇതിൽ നിരവധി ആളുകൾ വരുന്നു, ചിലരെ മാപ്പുസാക്ഷിയാക്കുന്നു. 16ഓളം പ്രതികളാണ് ഇതിൽ ഉണ്ടായിരുന്നത്. നിലവിൽ 9 പ്രതികളാണ് ഉള്ളത്. അതിൽ 8-ാം പ്രതിയാണ് ദിലീപ്. ഒരുപാട് സംഭവ വികാസങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടു. 1600ഓളം ഡോക്യുമെന്റുകളാണ് തെളിവുകളായിട്ട് പരിശോധിക്കപ്പെട്ടിട്ടുള്ളത്. 160-ലധികം സാക്ഷികൾ ഈ കേസിൽ വിസ്തരിച്ചു. അതിൽ തന്നെ 28 സാക്ഷികൾ കൂറുമാറി. ഇത്രയധികം സാക്ഷികൾ കൂറുമാറിയ ഒരു കേസ് വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. അത്രയധികം സംഭവ വികാസങ്ങളാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, സിനിമാ മേഖലയിലെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ കേസിൽ കൂറുമാറിയിട്ടുള്ളത്. ഇതിൽ പ്രതികളുടെയും അതുപോലെ തന്നെ ഈ നടിയുടെയും ഒക്കെ പെറ്റീഷനുകൾ നോക്കുകയാണെങ്കിൽ 100-ലധികം പെറ്റീഷനുകൾ ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അടുത്ത മാസം 8-ാം തീയതിയാണ് അന്തിമ വിധി
ഉണ്ടാകാൻ പോകുന്നത്. അതിനുശേഷം ഒരുപക്ഷെ അപ്പീലുകളും മറ്റും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്തുതന്നെയായാലും 2018 വിചാരണ നടപടികൾ ആരംഭിക്കുന്നു. 2024 ആയപ്പോഴേക്കും ആണ് ഇതിന്റെ അന്തിമ വിചാരണ എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്. അതിനിടയിൽ പുനരന്വേഷണം ഉണ്ടാകുന്നു. കോവിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോടുകൂടി ഈ കേസ് നീണ്ടുപോകുന്നു. മാത്രമല്ല ഇതിൽ പ്രോസിക്യൂഷൻ 3 പ്രോസിക്യൂട്ടർമാർ പിന്മാറിയതോടുകൂടി അങ്ങനെയും ഈ കേസ് നീണ്ടുപോകുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഏകദേശം ഒരു 3.5 വർഷത്തോളം ഈ കേസ് നീണ്ടുപോകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഡിസംബർ 8 അന്തിമ വിധി വരുന്നതാണ്. രാജേഷ്. കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിൽ അന്തിമ വിധി ഡിസംബർ 8. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എൻ വാസുവിൻ്റെയും KS ബൈജുവിൻ്റെയും ജാമ്യാപേക്ഷ കോടതി അല്പസമയത്തിനകം പരിഗണിക്കും. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് നടപടിക്രമങ്ങൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് കമ്മീഷണറുമായ 3-ാം പ്രതി എൻ വാസുവിൻ്റെ റിമാൻഡ് കാലാവധി 14 ദിവസം കൂടി കഴിഞ്ഞ ദിവസം വിജിലൻസ് കോടതി നീട്ടിയിരുന്നു. മുൻ തിരുവാഭരണ കമ്മീഷണറും കേസിലെ 7-ാം പ്രതിയുമായ KS ബൈജുവിൻ്റെ ജാമ്യാപേക്ഷയിലും ഇന്ന് വിധി പറയും. അതേസമയം പത്മകുമാറിൻ്റെ കസ്റ്റഡി ആവശ്യപ്പെട്ട അന്വേഷണ സംഘം വിജിലൻസ് കോടതിയെ സമീപിക്കും. CPM പത്തനംതിട്ട ജില്ലാ നേതൃയോഗം പുരോഗമിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുതിർന്ന CPM നേതാവും ജില്ലാ കമ്മിറ്റി അംഗവുമായ A. പത്മകുമാർ അറസ്റ്റിലായതിനു ശേഷമുള്ള ആദ്യ നേതൃയോഗമാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കുന്ന യോഗത്തിൽ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ കൂടാതെ A. പത്മകുമാറിനെതിരായ പാർട്ടി നടപടി ചർച്ചയാകും. പത്മകുമാറിൻ്റെ അറസ്റ്റ് തെരഞ്ഞെടുപ്പിൽ മുഖ്യ ആയുധമാക്കി കോൺഗ്രസും BJPയും ഉയർത്തുന്നതിനാൽ സംഘടനാ നടപടിയെടുത്ത് തൽക്കാലം മുഖം രക്ഷിക്കാനായിരിക്കും CPMൻ്റെ നീക്കം. വിഷയം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ചർച്ചയാകുമെങ്കിലും സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷമായിരിക്കും നടപടിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനത്തിന് പിന്നാലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും പുകയും പൊടിയും രൂക്ഷം. ഇന്ന് രാത്രിയോടെ കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് ചാരം ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ എത്തുമെന്നാണ് മുന്നറിയിപ്പ്. പുക കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ വിമാന സർവീസുകളെ സാരമായി ബാധിച്ചിട്ടുണ്ട്. യന്ത്ര തകരാർ ഉൾപ്പെടെ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കാൻ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. ഹെയ്ലി ഗബി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് ചാരം കലർന്ന പുക ഏതാണ്ട് 4000-ലേറെ കിലോമീറ്റർ അകലെയുള്ള ഇന്ത്യയിലും എത്തിയിട്ടുണ്ട്. ഡൽഹി, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിരൂക്ഷമായ നിലയിലാണ് പുകപടലം എത്തിയിട്ടുള്ളത്. 100 മുതൽ 120 കിലോമീറ്റർ വരെ വേഗത്തിലാണ് കാറ്റ് വീശുന്നത്. സംസ്ഥാനങ്ങൾക്ക് മുകളിൽ പുക ഉയർന്നതോടെ വിമാന സർവീസുകൾ താറുമാറായി. നിലവിൽ ഇൻഡിഗോ ഉൾപ്പെടെ നിരവധി വിമാനങ്ങൾ വൈകിയാണ് സർവീസ് നടത്തുന്നത്. അന്താരാഷ്ട്ര സർവീസുകളെയാണ് പൊടിപടലങ്ങൾ കൂടുതലായി ബാധിച്ചിട്ടുള്ളത്. ചാരം നിറഞ്ഞ മേഘങ്ങളുള്ള ഇടങ്ങളിൽ കൂടി എത്ര ഉയരത്തിൽ വിമാനം പറത്താം എന്നത് സംബന്ധിച്ച് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നിർദ്ദേശമിറക്കി. ആവശ്യമെങ്കിൽ വിമാനം വഴിതിരിച്ചുവിടാനും സമയം ക്രമീകരിക്കാനും നിർദ്ദേശമുണ്ട്. ചാരം വിമാന എഞ്ചിന്റെ പ്രവർത്തനം തകരാറിലാക്കും എന്നതിനാലാണ് മുൻകരുതൽ. ഈ പുകപടലങ്ങൾ ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള വായുവിന്റെ ഗുണനിലവാരം മോശമാക്കിയേക്കാം. ഇപ്പോൾ തന്നെ രാജ്യതലസ്ഥാനത്തെ വായു ഗുണനിലവാരത്തോത് 400-ന് മുകളിലാണ്. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് മലിനീകരണം കുറയ്ക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത TV. എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് അന്തരീക്ഷത്തിലെ മാലിന്യ പ്രശ്നം കൊച്ചിയിൽ നിന്നുള്ള വിമാന സർവീസുകളെയും ബാധിച്ചു. പുലർച്ചെ 5-ന് പുറപ്പെടേണ്ടിയിരുന്ന എയർ അറേബ്യയുടെ അബുദാബി ഫ്ലൈറ്റ് 34 മിനിറ്റ് വൈകിയാണ് പുറപ്പെട്ടത്. രാവിലെ 7:25-ന് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യയുടെ ദോഹ സർവീസ് റദ്ദാക്കി. രാവിലെ 9:35-ന് പുറപ്പെടേണ്ട എയർ അറേബ്യയുടെ അബുദാബി ഫ്ലൈറ്റ് 11:30-ലേക്ക് മാറ്റി ഷെഡ്യൂൾ ചെയ്തു. വൈകുന്നേരം 5:45-ന് ദോഹയിലേക്ക് പുറപ്പെടേണ്ട ഇൻഡിഗോ സർവീസും റദ്ദാക്കിയിട്ടുണ്ട്. ജിദ്ദയിൽ നിന്നും രാവിലെ 7:20-ന് എത്തിച്ചേരേണ്ടിയിരുന്ന ആകാശ സർവീസ്, ദുബായിൽ നിന്നും 11:05-ന് എത്തേണ്ട എയർ ഇന്ത്യ ഫ്ലൈറ്റ്, ദോഹയിൽ നിന്നും 1:35-ന് എത്തേണ്ട ഇൻഡിഗോ സർവീസ്, വൈകുന്നേരം 5:35-ന് എത്തേണ്ട ദോഹയിൽ നിന്നുള്ള എയർ ഇന്ത്യ സർവീസ് എന്നിവയും റദ്ദാക്കിയിട്ടുണ്ട്. ദുബായിൽ നിന്നും വൈകുന്നേരം 6 മണിക്ക് എത്തേണ്ട സ്പൈസ് ജെറ്റ് സർവീസ് രാത്രി 10:55-നായിരിക്കും എത്തിച്ചേരുക. അഗ്നിപർവ്വത ചാരവും പുകയും വിമാനങ്ങൾക്ക് യന്ത്ര തകരാർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും പ്രശ്നങ്ങളുള്ള മേഖല ഒഴിവാക്കണമെന്നും DGCA മുന്നറിയിപ്പ് നൽകിയിരുന്നു. എയർലൈനുകൾക്ക് കരിമേഘ പടലങ്ങളുള്ള പ്രദേശങ്ങൾ ഒഴിവാക്കാനും ഏറ്റവും പുതിയ അഡ്വൈസറികൾ അനുസരിച്ച് ഫ്ലൈറ്റ് പ്ലാനിംഗ്, റൂട്ടിംഗ് എന്നിവയിൽ മാറ്റം വരുത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
SIR നടപടികൾക്കായി പശ്ചിമ ബംഗാളിൽ നിയോഗിച്ച ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ പ്രതിഷേധം ശക്തമാകുന്നു. കൂടുതൽ സർക്കാർ ജീവനക്കാർ BLOമാർക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം BLO സമരത്തിന്റെ പേരിൽ തൃണമൂൽ BJP പോര് ശക്തമായി. രണ്ട് ദിവസത്തിനിടെ 4 BLOമാർ പശ്ചിമ ബംഗാളിൽ SIR ജോലി സമ്മർദ്ദത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തു എന്നാണ് റിപ്പോർട്ട്. ഇതോടെയാണ് BLOമാരുടെ പ്രതിഷേധം തെരുവിലേക്കെത്തിയത്. പ്രതിഷേധത്തിന് പിന്തുണയുമായി അധ്യാപകർ ഉൾപ്പെടെയുള്ളവരും രംഗത്തെത്തി. BLO അധികാർ രക്ഷാ കമ്മിറ്റിയാണ് പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. മാസങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കേണ്ട ജോലിയാണ് 2 ദിവസത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ നിർബന്ധിക്കുന്നത് എന്നാണ് ഉദ്യോഗസ്ഥരുടെ ആരോപണം. സാങ്കേതികമായ പ്രശ്നങ്ങളും SIR പ്രവർത്തനത്തിന് വിലങ്ങ് തടിയാകുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ഇന്റർനെറ്റ് സംവിധാനങ്ങൾ മുടക്കം കൂടാതെ ലഭിക്കാൻ ടെലികോം കമ്പനികൾക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മനോജ് കുമാർ അഗർവാൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ നിയമപരമായും രാഷ്ട്രീയമായും മുന്നോട്ടു പോവുകയാണ് ബംഗാളിലെ മമതാ സർക്കാർ. അതേസമയം പ്രതിഷേധങ്ങൾക്കെതിരെ BJP കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതിഷേധങ്ങൾ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമാണെന്ന് BJP ആരോപിക്കുന്നു. സമരം ചെയ്യുന്നത് മുഴുവൻ ബൂത്ത് ലെവൽ ഓഫീസർമാരല്ലെന്നും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരാണെന്നും BJP ആരോപിക്കുന്നു. हाव देखिए, ये BLO नहीं है, 4 BLO है, तृणमूल का गुंडाई है. यहाँ पे CEO ऑफिस में रात को 12 बजे टेम्परिंग करने सब आए थे, हम लोगों ने आके रोक दिया है. നഗരത്തിൽ സംഘർഷമുണ്ടാക്കിയത് ഇത്തരം ആളുകളാണെന്നും തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടായിസമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്നും BJP നേതാക്കൾ പറയുന്നു. അതേസമയം ബീഹാറിൽ നിന്ന് ബംഗാളിലേക്ക് എന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ SIRലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കണ്ണൂർ പയ്യന്നൂരിൽ പോലീസിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ CPM പ്രവർത്തകർക്ക് 20 വർഷം തടവും പിഴയും. CPM പ്രവർത്തകരായ TCV നന്ദകുമാർ, VK നിഷാദ് എന്നിവർക്കെതിരെയാണ് 20 വർഷം തടവും 2.5 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചത്. തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് ശിക്ഷാവിധി. കുറ്റക്കാർ 10 വർഷം തടവും അനുഭവിച്ചാൽ മതിയാവും. VK നിഷാദ് പയ്യന്നൂർ നഗരസഭയിൽ 46-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയാണ്. നിഷാദ് വിജയിച്ചാൽ ജനപ്രതിനിധിയായി തുടരാൻ ശിക്ഷാവിധി തടസ്സമാകും. തൃശൂർ DCC പ്രസിഡന്റിനെതിരെ പോസ്റ്റർ 20 ലക്ഷത്തിന് ഒല്ലൂർ സെൻട്രൽ ഡിവിഷൻ സീറ്റ് വിറ്റു എന്നാണ് പോസ്റ്ററിലെ ആരോപണം. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനെ പുറത്താക്കണമെന്നും പോസ്റ്ററിൽ ആവശ്യമുണ്ട്. സേവ് കോൺഗ്രസ് ഫോറത്തിന്റെ പേരിലാണ് പോസ്റ്റർ. തൃശൂർ നഗരത്തിലെ വിവിധയിടങ്ങളിൽ പോസ്റ്റർ പതിപ്പിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരചിത്രം തെളിഞ്ഞതോടെ പ്രചരണം ശക്തമാക്കി മുന്നണികൾ. സംസ്ഥാനത്താകെ 72,005 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ജനവിധി തേടുന്നത്. തെരഞ്ഞെടുപ്പിന് ഇനി 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ പ്രചരണം കൊഴുപ്പിക്കുകയാണ് മുന്നണികൾ. അതിനിടെ വിമത ഭീഷണി മുന്നണികൾക്ക് തലവേദനയാകുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDFനും UDFനും 5 ഇടങ്ങളിലാണ് വിമതരുള്ളത്. ഉള്ളൂർ, വാഴൂട്ടുകോണം, ചെമ്പഴന്തി, കാച്ചാണി, വിഴിഞ്ഞം വാർഡുകളിലാണ് LDFന് വിമത ഭീഷണി. പൗണ്ട് കടവിലും ഉള്ളൂരിലും കഴക്കൂട്ടത്തും പുഞ്ചക്കരിയിലും വിഴിഞ്ഞത്തുമാണ് UDFന് വിമത ശല്യമുള്ളത്. ശ്യാമള S. പ്രഭു BJPയിൽ നിന്നും രാജിവെച്ചു. BJP മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും കൊച്ചി കോർപ്പറേഷനിൽ തുടർച്ചയായി 32 വർഷം കൗൺസിലറുമായിരുന്നു. മട്ടാഞ്ചേരിയിലെ BJP പ്രാദേശിക നേതൃത്വത്തിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് ശ്യാമള S. പ്രഭു അറിയിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സംഘടന ഉചിതമായ നടപടി നേരത്തെ എടുത്തിട്ടുണ്ടെന്ന് ഷാഫി പറമ്പിൽ MP. അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തേണ്ടതുണ്ടെങ്കിൽ സംഘടന ആലോചിച്ച് ചെയ്യുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. പാലത്തായി പീഡന കേസുമായി ബന്ധപ്പെട്ട് KK ശൈലജയ്ക്കെതിരായ കോടതി വിധിയിൽ വളരെ ഗൗരവമേറിയ പരാമർശമാണ് നടത്തിയതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. പാർട്ടി ചെയ്യേണ്ട കാര്യം പാർട്ടി ചെയ്തിട്ടുണ്ട്, നടപടി എടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കാര്യങ്ങൾ പാർട്ടി ചെയ്യേണ്ടതില്ല. ഇനി അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ വേണമെങ്കിൽ പാർട്ടി ആലോചിച്ചിട്ട് വേണം. അല്ല, താരതമ്യേന അത് ഏറ്റവും കുറവായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, സത്യത്തിൽ നിങ്ങൾ തന്നെ പരിശോധിച്ചാൽ കഴിഞ്ഞ കാലങ്ങളിലുള്ള എല്ലാ ലോക്കൽ ബോഡി ഇലക്ഷനും അതിൻ്റെ പ്രിപ്പറേഷനും അതിൻ്റെ സമയമൊക്കെ പരിശോധിച്ചാൽ ഏറ്റവും കുറവുള്ള ഒരു കാലഘട്ടമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വൺ ഓഫ് ദ സ്മൂത്തസ്റ്റ് കാൻഡിഡേറ്റ്സ്. Sharanamritam powered by Dhanalakshmi Bank, banking on relationships forever. Swamiye Sharanamaiyyappo. തുടർച്ചയായ 2ാം ദിനവും ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ തിരക്ക് തുടരുന്നു. 6 മണിക്കൂറോളം ക്യൂ നിന്നാണ് പുലർച്ചെ അയ്യപ്പ ഭക്തർ ശബരിമലയിൽ ദർശനം നടത്തിയത്. ഇന്ന് ഇതുവരെ 50,000-ത്തിലധികം അയ്യപ്പ ഭക്തരാണ് സന്നിധാനത്ത് ദർശനം നടത്തിയത്. തിരക്ക് കണക്കിലെടുത്ത് 5,000 പേർക്ക് മാത്രമാണ് ഇന്ന് സ്പോട്ട് ബുക്കിംഗ് ഉള്ളത്.
ശബരിമലയിൽ ഇന്നലെ ഉണ്ടായ വൻ തിരക്കിന് പിന്നാലെ ഇന്നും അയ്യപ്പ ഭക്തരുടെ വരവ് വർദ്ധിക്കുകയാണ്. ഇന്നലെ 1,17,000 അയ്യപ്പ ഭക്തരാണ് ശബരിമലയിൽ ദർശനം നടത്തിയത്. ഇതുവരെയുള്ള കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തർ എത്തിയത് ഇന്നലെയാണ്. ഇതിന്റെ തുടർച്ചയായി ഇന്നും ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ തിരക്ക് വർദ്ധിക്കുന്നു. രാവിലെ 6 മണിക്കൂറോളം ക്യൂ നിന്നാണ് അയ്യപ്പ ഭക്തർ ദർശനം നടത്തിയത്. 11 മണിവരെയുള്ള കണക്ക് പ്രകാരം 50,000-ന് മുകളിൽ അയ്യപ്പ ഭക്തരാണ് ശബരിമലയിലേക്ക് എത്തിയത്. തിരക്ക് കണക്കിലെടുത്ത് സ്പോട്ട് ബുക്കിംഗ് 5,000-ആയി കുറച്ചെങ്കിലും മല കയറുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. നിലവിൽ 70,000 പേർക്കാണ് വെർച്വൽ ക്യൂ വഴി ബുക്കിംഗ് അനുവദിച്ചിരിക്കുന്നത്. കൂടുതലും അന്യസംസ്ഥാന അയ്യപ്പ ഭക്തരാണ് ദർശനത്തിനായി എത്തുന്നത്. ശബരിമലയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആദ്യ സംഘം പോലീസുകാർ ഇന്ന് മലയിറങ്ങും. പുതിയ ബാച്ച് പോലീസ് സേന വൈകിട്ടോടെ ചുമതലയേൽക്കും. 1,300 പേരടങ്ങുന്ന സംഘമാണ് പുതിയതായി ചുമതലയേൽക്കുന്നത്. അമൃത ന്യൂസ്, സന്നിധാനം. ശബരിമലയിലും പമ്പയിലും നിലയ്ക്കലുമായി ജോലി ചെയ്യുന്നവർക്കായി ആരോഗ്യവകുപ്പ് പ്രത്യേക പ്രതിരോധ ഡ്രൈവ് നടത്തണമെന്ന ആവശ്യം ശക്തം. മഴ തുടരുന്ന സാഹചര്യത്തിൽ പകർച്ചവ്യാധി സാധ്യത മുന്നിൽ കണ്ടുള്ള പ്രതിരോധ സംവിധാനമാണ് ഒരുക്കേണ്ടത്. താൽക്കാലിക ജീവനക്കാർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യം പോലും സന്നിധാനത്ത് അപര്യാപ്തമാണെന്നാണ് തൊഴിലാളികളുടെ പരാതി. അമൃത ന്യൂസ് എക്സ്ക്ലൂസീവ്. അടിസ്ഥാന സൗകര്യം ഒന്നുമില്ല. നമ്മൾ ഇപ്പം വന്നത് തന്നെ ഒരു ഷെഡിൽ കിടക്കുന്നതാണ്. അത് ബാത്റൂമെല്ലാം പോകണ്ടെങ്കിൽ ഒരു ചിലം വയറുവേദനയൊക്കെ ആയിക്കഴിഞ്ഞാൽ ബാത്റൂമിലൊക്കെ പോകണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫസ്റ്റ് അവർ പറയുന്നുണ്ട് നമ്മുടെ ആ പേപ്പറിൽ അക്കോമഡേഷൻ ആൻഡ് ഫുഡാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അക്കോമഡേഷൻ ഒന്നും ഇതുവരെ അവർക്ക് നമുക്ക് സാധിച്ചു തരാൻ പറ്റിയിട്ടില്ല. ഒരു ഡെയിലി ബേസ് എന്നുള്ള ഇതില്ലാണ്ട് വേറെ ഒന്നും അവർക്ക് നമ്മളോട് ഒരു താല്പര്യമൊന്നുമില്ല. ഇതേമാതിരിയാണെങ്കിൽ നമ്മളെല്ലാം ഈ പ്രാവശ്യം മാത്രമേ ഈ ഡ്യൂട്ടിക്ക് വരികയുള്ളൂ. അടുത്തതിന് മുതൽ നമ്മൾ ആരും തന്നെ ശബരിമല ഡ്യൂട്ടിക്ക് വരില്ല. ഈ വർഷം കൊണ്ട് ഞങ്ങൾ ഇത് നിർത്തില്ല. കാരണം ഒന്നെന്ന് വെച്ചാൽ റൂമില്ല. പിന്നെ ഭക്ഷണം ഇപ്രാവശ്യം നമ്മളിപ്പം അന്നദാനത്തിൽ നിന്നാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നദാനത്തിൽ കുഴപ്പമില്ല. അന്നദാനത്തിലെ ഫുഡാണ് ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവരൊന്നും അതിൻ്റെ ഒന്നും പറഞ്ഞിട്ടില്ല. അവർ ഒന്നും ചെയ്തിട്ടുമില്ല. ഞങ്ങൾ ഒരു കൂട്ടുകാരൻ ഇവിടുന്ന് പനിയൊക്കെ പിടിച്ച് പോകുമ്പോൾ തന്നെ അവരൊന്നും അത് പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞ് പിന്നെ പത്തനംതിട്ട പോയി കാണിച്ചോന്നാണ് പറയുന്നത്. വേറെ ഒരു കുത്തിവെപ്പ് ഒന്നും ഈ മഴ പെയ്തുകൊണ്ടുള്ള കുത്തിവെപ്പൊന്നും നമുക്കിതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. 2 വർഷം മുന്നിൽ ഇതേപോലെ മഴയുണ്ടായിട്ട് ഞങ്ങൾക്ക് ഒരു ഗുളിക തന്നിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഇനിയും ഒന്നും തന്നിട്ടില്ല. ഒന്നും അതിനെപ്പറ്റി ഒന്നും പറയുന്നതും കേട്ടിട്ടില്ല. ശബരിമലയും പമ്പയും നിലയ്ക്കലും ഉൾപ്പെടുന്ന ശബരിമല തീർത്ഥാടന സ്ഥലങ്ങളിൽ മഴ ശക്തമായി തുടരുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇവിടെ ജോലിയെടുക്കുന്ന എല്ലാവരുടെയും ആരോഗ്യകാര്യത്തിലും വകുപ്പ് പ്രത്യേക നടപടി സ്വീകരിക്കേണ്ടത്. ആയിരക്കണക്കിന് പേരാണ് വിവിധ വകുപ്പുകളിലും താൽക്കാലിക വ്യവസ്ഥയിലുമായി ജോലി ചെയ്യുന്നത്. സന്നിധാനത്തു മാത്രം 5,000-ലധികം പേർ ജോലി ചെയ്യുന്നതായാണ് അനൌദ്യോഗികമായ കണക്ക്. ഹോട്ടലുകളിൽ ജോലി നോക്കുന്നവർക്ക് ഹെൽത്ത് കാർഡുകൾ നിർബന്ധമായിട്ടുണ്ടെങ്കിലും കോവിഡ് കാലത്തൊഴിച്ച് ആരോഗ്യ പ്രതിരോധ സംവിധാനങ്ങൾ പരിശോധന വിധേയമാക്കിയിട്ടില്ല. ടൈഫോയിഡിന്റെ പ്രതിരോധ കുത്തിവയ്പ് മാത്രമാണ് ഇവർക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത്. ശുചീകരണ ജോലികളടക്കം ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാർക്ക് പോലും എലിപ്പനിയെ പ്രതിരോധിക്കുന്നതിനുള്ള ഗുളികകൾ നൽകിയിട്ടില്ല. ഇടവിട്ട മഴയിൽ ജീവനക്കാർക്കിടയിൽ പനിയും സാധാരണമായി കഴിഞ്ഞു. വിവിധ വകുപ്പുകളിലെ ജീവനക്കാർ അടക്കം 25,000-ഓളം പേർ കുറഞ്ഞത് മണ്ഡല മകരവിളക്ക് സീസണിൽ ഡ്യൂട്ടിക്കായി എത്തും. ആരോഗ്യവകുപ്പിന് സ്പെഷ്യൽ ഡ്രൈവിലൂടെ പ്രതിരോധ ഗുളികകൾ വിതരണം ചെയ്യാൻ കഴിയുമെങ്കിലും നട തുറന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും അതിനുള്ള ശ്രമവും ആരംഭിച്ചിട്ടില്ല. അമൃത ന്യൂസ്, സന്നിധാനം. സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. നാളെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം മഴ ശക്തി പ്രാപിച്ചേക്കും. ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരള തീരത്തെ മീൻപിടുത്തത്തിന് വിലക്ക് തുടരുകയാണ്. തമിഴ്നാട്ടിൽ മഴക്കെടുതിയിൽ മരണം 5ആയി. തിരുവാരൂരിൽ ഒരു സ്ത്രീക്ക് ഷോക്കേറ്റു. തിരുനെൽവേലി, തൂത്തുക്കുടി, തേനി അടക്കം തമിഴ്നാട്ടിലെ 5 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. താമ്രപർണി നദിയുടെ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പലയിടത്തും വെള്ളം കയറി. നാഗപട്ടണത്തിന് 15,000 ഏക്കറിൽ കൃഷിനാശമുണ്ടായി. തൂത്തുക്കുടിയിൽ സ്ഥിതി വഷളായതോടെ NDRF സംഘം എത്തിയിട്ടുണ്ട്. തൂത്തുക്കുടി സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെള്ളം കയറിയതോടെ രോഗികളെ സ്ഥലത്ത് നിന്ന് മാറ്റി. ഡെൽറ്റ ജില്ലകളിലും ചെന്നൈയിലും മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. ഇനി കായിക വാർത്തകൾ നോക്കാം. ഗുവാഹത്തി ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്ക കൂറ്റൻ ലീഡ് 500 കടന്നു. രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് തുടരുന്ന ദക്ഷിണാഫ്രിക്ക ഇപ്പോൾ 4-ന് 220 റൺസ് എന്ന നിലയിലാണ്. ദക്ഷിണാഫ്രിക്കയ്ക്ക് 288 റൺസിൻ്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സിൽ
201 റൺസിൽ അവസാനിച്ചിരുന്നു. കബഡി ലോക കിരീടം നേടിയ ഇന്ത്യൻ വനിതകളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി. കായിക രംഗത്തെ നവപ്രതിഭകൾക്ക് പുത്തൻ ഊർജ്ജം നൽകുന്നതാണ് കിരീട നേട്ടമെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. ചൈനീസ് തായ്പേയിയെ തകർത്താണ് ടീം കബഡി ലോക കിരീടം നേടിയത്. ഇന്ത്യയുടെ തുടർച്ചയായ 2ാം കിരീടമാണ് ഇത്.